നമ്മുടെ സമൂഹത്തിലൊരു ചിന്തയുണ്ട്, ഈ കൊലപാതകം നടക്കുമ്പോൾ അതെല്ലാം രാസലഹരി ഉപയോഗിച്ചിട്ടാണ്. അതൊന്നും സത്യമല്ല. പണ്ട് വളർത്തു ദോഷം എന്ന് പറയുന്ന ഒരു ഒറ്റ ഹെഡിങ്ങിൽ ഇത് മുഴുവൻ അഡ്രസ്സ് ചെയ്യുമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഒരുത്തൻ പോക്കറ്റ് ചുമ്മാ കഴിയിട്ടപ്പം ഒരു അബ്നോർമൽ ബിഹേവിയറൊക്കെ ആയിട്ട് വന്നു. പോക്കറ്റിൽ കേട്ടപ്പം പേരൻസിനൊന്നും കിട്ടില്ല, എനിക്ക് കഞ്ചാവ് കിട്ടി. എവിടെയും എപ്പോഴും ഏത് സമയത്തും ഇത് അവൈലബിളാണ്. സാധാരണക്കാരുടെ കുട്ടികളിൽ പോലും പോക്കറ്റ് കയറിയിട്ട് 500 രൂപ കിട്ടുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. കിഡ്നി വിറ്റും കൊച്ചിന് വേണ്ടി കാശ് കൊടുക്കുന്ന ഒരു നേച്ചർ നമ്മുടെ പേരൻസിൻ്റെ ഇടയിലുണ്ട്. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിലും രാസലഹരി ഉപയോഗിക്കുന്നവരിലും സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് വെച്ചാൽ കടുത്ത മനോരോഗ ലക്ഷണങ്ങൾ പലപ്പോഴും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഈ മെത്തടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ രാസലഹരി ഉപയോഗിക്കുന്നവരിൽ ചിലപ്പോൾ ഒരു സിംഗിൾ യൂസിൽ പോലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായി വരുന്നുണ്ട്. പണ്ട് കഞ്ചാവ് അടിക്കുന്നവരെന്ന് വെച്ചാൽ നാട്ടിലെ ഏറ്റവും എന്താ പറയുക, എക്കണോമിക്കലി, സോഷ്യലി, എഡ്യൂക്കേഷനലി എല്ലാം ഏറ്റവും താഴെയുള്ള ആളുകളായിരുന്നു ഈ കഞ്ചാവ് അടിച്ചത്. ഇപ്പം അങ്ങനെയല്ല. സമൂഹത്തിലെ എല്ലാ പ്രൊഫൈലിൽ നിന്നും എന്നെ കാണാൻ വന്നൊരു കൊച്ചുകുട്ടി 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 15 അല്ലെങ്കിൽ 16 വയസ്സേ ഉള്ളൂ. എന്നോട് അരമണിക്കൂർ പറഞ്ഞു തന്നു കഞ്ചാവിനോളം നല്ലൊരു വസ്തു ഈ ലോകത്തില്ലെന്ന്. അവൻ അത് ഒരു അരമണിക്കൂർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കഞ്ചാവ് വലിക്കാത്ത മണ്ടത്തരായിപ്പോൾ ഇല്ലെന്ന് ഓർത്തുപോയി. പെൺകുട്ടികൾ കാശുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ലോകമാണ് നമ്മുടേത്. ഒരു കാലത്ത് മദ്യാസക്തിയായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെട്ട് നിരവധി യുവത്വങ്ങളാണ് ജീവിതം വഴിതെറ്റിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാനായി പ്രയത്നിക്കുന്ന നിരവധി ചികിത്സാ കേന്ദ്രങ്ങളും കൗൺസിലിംഗ് സെന്ററുകളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിക്ക് അടിമകളായ യുവജനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സന്തുല സെൻട്രൽ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റായ ഫാദർ എഡ്വേർഡ് ജോർജാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഫാദർ നമസ്കാരം. നമസ്കാരം. ഫാദർ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും വാർത്തകൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കാണുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ കൊലപാതകങ്ങൾ. അപ്പോൾ ഫാദർ ഇപ്പോൾ വർഷങ്ങളായി ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിച്ച് വരികയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ. എങ്ങനെയാണ് ഇത്ര നാളത്തുള്ളൊരു എക്സ്പീരിയൻസും അവരെ ചികിത്സിച്ച ഒരു രീതി ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് 23 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും ആദ്യകാലത്ത് ആൽക്കഹോളിസമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും ആൽക്കഹോളിസം വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ആൽക്കഹോൾ അഡിക്ഷൻ മാത്രമായിരുന്നു അന്നത്തെ അഡിക്ഷൻ്റെ ഏറ്റവും മേജർ ചങ്ക്. പിന്നെ ഒരു ലെസ് ദാൻ 10% മാത്രമേ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ വരാറുണ്ടോ. അന്ന് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ്, അതുപോലെ ബ്രൗൺ ഷുഗർ, അങ്ങനെ കൊക്കൈൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച്, അല്ലെങ്കിൽ കഞ്ചാവ്, ഇങ്ങനെയുള്ള ഒരു കുറച്ച് ആളുകൾ ഇതിങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫോക്കസ് എപ്പോഴും പൂർണ്ണമായിട്ടും തന്നെ ഈ ആൽക്കഹോളിസത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഗ്രാജുവലി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ സിനാരിയോയിലൊരു വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ആൽക്കഹോളിസം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ വരുന്നത് മറ്റ് ഡ്രഗുകളാണ്. അതൊരു കാലത്ത് കഞ്ചാവായിരുന്നു വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പം രാസലഹരികൾ എന്ന് പറയുന്ന പുതിയ സിന്തറ്റിക് ഡ്രഗുകൾ വലിയ അളവിൽ ആളുകളുടെ ഇടയിൽ സ്ഥാനം പിടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസുമായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. 15 വർഷം മുമ്പ് കഞ്ചാവ് അടിച്ച് സൈക്യാട്രിക് ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ ശ്രദ്ധിച്ച് അവരൊരു 40 വയസ്സിന് മുകളിലേക്കുള്ള, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ യങ്ങസ്റ്റ്, ഏറ്റവും ഇളയ കഞ്ചാവിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമായിട്ട് വന്ന ആൾ 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ 12 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് രാസലഹരിയാണേലും കഞ്ചാവാണേലും ദുരുപയോഗം ചെയ്ത് പ്രശ്നങ്ങളായിട്ട് വരാറുള്ളത്. പലരും ചില ബിഹേവിയർ ചേഞ്ച് മാത്രമായിട്ടാണ് വരുന്നത്. എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞ് കൊണ്ടുവരും. പക്ഷെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഒന്നുമല്ലെങ്കിൽ രാസലഹരി അല്ലെങ്കിൽ ഇതുപോലെ കഞ്ചാവ് അടിച്ചത് കൊണ്ടുണ്ടായ ബിഹേവിയർ ചേഞ്ചാണ് ഈ കുട്ടിക്കെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു വലിയ ഈ സിനാരിയോയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഡി അഡിക്ഷന് വേണ്ടിയിട്ട് പണ്ട് വന്നുകൊണ്ടിരുന്നതെല്ലാം ഒരു 40-45 വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ ഇപ്പം കഞ്ചാവ്, സിന്തറ്റിക് ഡ്രഗൊക്കെ ആയിട്ട് 10 വയസ്സ് 11 വയസ്സ് മുതലുള്ള ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ആൽക്കഹോളിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു 20 വയസ്സോടുകൂടി പല ആളുകളും വരുന്നു. 15 വയസ്സിലും 16 വയസ്സിലും ഒക്കെയുള്ള പേഷ്യൻസ് ഡി അഡിക്ഷന് വളരെ അപൂർവമായിട്ട് വരാറുണ്ടെങ്കിലും പ്രധാനമായും ഈ അഡോളസൻ പ്രായത്തിലുള്ള കുട്ടികൾ വരുന്നത് സിന്തറ്റിക് ഡ്രഗോ
അല്ലെങ്കിൽ കഞ്ചാവോ ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ്. മറ്റ് പല പണ്ടത്തെ ഇഞ്ചക്ഷനും ഒക്കെ വളരെ 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 അപൂർവമായിട്ടേ ഇപ്പോൾ ലഭിക്കാറുള്ളൂ. ഇപ്പോൾ രാസലഹരിയുടെ പിന്നാലെയാണ് നമ്മുടെ യുവതലമുറ കൂടുതലും പോകുന്നത്. അതുപോലെ കഞ്ചാവിനെ പറ്റിയുള്ള കുട്ടികളുടെ ഇടയിലുള്ള ഒരു അവയർനെസ് തന്നെ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കഞ്ചാവിനോട് നല്ലൊരു വസ്തുവില്ല, അത് വളരെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന സാധനമാണ്, നാച്ചുറൽ സാധനമായതുകൊണ്ട് ഒരിക്കലും ആരോഗ്യത്തിന് ഹാനികരമല്ല തുടങ്ങിയ വാദങ്ങളൊക്കെ ഉയർത്തിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കുന്ന സൗത്ത് ഇന്ത്യൻസിലാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. സൗത്ത് ഇന്ത്യൻസിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിൽ 92% ആളുകൾ വിത്തിൻ 3 years സൈക്യാട്രിക് പ്രോബ്ലം ഡെവലപ്പ് ചെയ്ത് അതുമായിട്ടാണ് മിക്കവാറും കാണുന്നത്. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു വാർഡ് തന്നെയുണ്ട്, 26 ബെഡിൻ്റെ ഒരു വാർഡ് തന്നെയുണ്ട്. ഈ കഞ്ചാവ് ഉപയോഗിച്ചതുകൊണ്ട് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ചതുകൊണ്ട് സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടായ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതെല്ലാം നോക്കിയാൽ 25 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിക്കഴിഞ്ഞു. അത് പണ്ട് ഉണ്ടായിരുന്ന ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം ഇപ്പോൾ ആവശ്യമുണ്ട്. അവരോട് സംസാരിക്കുന്ന ഭാഷ പോലും വ്യത്യാസമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം. അപ്പോൾ അതൊരു വലിയ ചേഞ്ചാണ് ഈ ഏരിയയിൽ. ഇപ്പോൾ ഫാദർ പറഞ്ഞല്ലോ, പല ആളുകളെയും കൊണ്ടുവരും, അച്ഛനമ്മമാരും കൊണ്ടുവരുമ്പോഴാണ് അറിയുന്നത് ലഹരിക്ക് അടിമയാണ്. അപ്പോൾ ശരിക്കും പാരൻസ് നോക്കാണ്ടാണോ ഇങ്ങനെ എത്തിപ്പെടുന്നത്? അതിനകത്ത് അങ്ങനെയുള്ള ചുരുക്കം പേരുണ്ട്. പക്ഷേ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളും ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ പണ്ട് വളർത്തു ദോഷം എന്ന് പറയുന്ന ഒരു ഒറ്റ ഹെഡിങ്ങിൽ ഇത് മുഴുവൻ അഡ്രസ്സ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ പറയും ഇവരുടെ വളർത്തു ദോഷമാണ്. അല്ല, ഒരിക്കലും അല്ല. നന്നായി വളർത്തുന്ന ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ഒത്തിരി പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റിന് കുറച്ച് എളുപ്പമാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റിൽ പേരൻസ് മോസ്റ്റ് പ്രോബ്ലി ദേ മേ കോപ്പറേറ്റ് വിത്ത് അസ്. നമ്മളോട് വളരെ വളരെ നമ്മളെ വിശ്വസിക്കുകയും നമ്മുടെ കൂടെ നിന്ന് ട്രീറ്റ്മെൻറ്റിന് സഹായകരമായൊരു നിലപാടെടുക്കുകയും ചെയ്യും. രണ്ടാമത് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് നടന്നു. അതുകൊണ്ട് റിക്കവറി ചാൻസ് ഈ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള പേഷ്യൻസിന് കൂടുതൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് പേരൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് മുഴുവൻ ഇങ്ങനെ എന്ന് പറയുന്നതിൽ 100% സത്യമില്ല. ചില സമയത്ത് അങ്ങനെയാണ്. പേരൻസ് ശ്രദ്ധിക്കാനില്ലാത്ത കുട്ടികൾ വളരെ വേഗം ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നൊരു കുട്ടി, അത് പേരൻസ് 2 പേര് സെപ്പറേറ്റഡ് ആണ്, അമ്മയുടെ കൂടെയാണ് കഴിയുന്നതെങ്കിലും അമ്മ അത്ര ഒരു ശേഷിയില്ല, ഈ കൊച്ചിനെ വളർത്തുന്നതിൽ അത്ര ശേഷിയില്ല, ഡിസിപ്ലിൻ ചെയ്യുന്നതിൽ കഴിവില്ല. അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണ്. ഷീ ഈസ് അബ്യൂസ്ഡ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ആ പുള്ളിക്കാരി ആ കൊച്ചിനെ 12 വയസ്സ് മുതൽ കാരിയറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള വൾണറബിളായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള ലോബികൾ വളരെ പെട്ടെന്ന് അവരുടെ ഗ്രിപ്പിലേക്ക് കൊണ്ടുപോവുകയും അവരെ യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വീട്ടിലെ കുട്ടികളും പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഇതുപോലെ പാർട്ടി ഡ്രഗാണിത് പ്രധാനമായിട്ട്, അപ്പോൾ പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പോഷർ വഴി, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് വഴി ഒക്കെ, അല്ലെങ്കിൽ പലപ്പോഴും കാമുകന്മാർ വഴി, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ അതിനകത്തുള്ള ഫ്രണ്ട്സ് വഴിയൊക്കെ ഇത്തരം കഞ്ചാവിലും രാസലഹരിയിലും ചെന്നുപെടുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോൾ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് കൊലപാതകങ്ങളിലോട്ടൊക്കെ എത്തിപ്പെടുന്നത്? അത് നമ്മുടെ സമൂഹത്തിലൊരു ചിന്തയുണ്ട്, ഈ കൊലപാതകം നടക്കുമ്പോൾ അതെല്ലാം രാസലഹരി ഉപയോഗിച്ചിട്ടാണ്. അതൊന്നും സത്യമല്ല. രാസലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വയലൻസ് വളരെ വളരെ പ്രകടമായിട്ട് കാണാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ മാത്രമല്ല വയലൻസ് ഇതുപോലത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ആൽക്കഹോളിക്സും മാത്രമല്ല വയലൻസ് ഉണ്ടാക്കുന്നത്. അപ്പം വയലൻസ് മനുഷ്യനിൽ ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെയുണ്ട്. അത് പലപ്പോഴും ഒരു മോർബിഡായിട്ടുള്ള സൈക്യാട്രിക് കണ്ടീഷൻ ഈ വ്യക്തികളിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാനസിക അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അത് എപ്പോഴും പുറത്ത് കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ വയലൻസിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. 2 വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇമ്പൾസ് കൺട്രോൾ ഡെഫിസിറ്റുള്ള ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള
വളരെ വ്യത്യസ്തങ്ങളായ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകളും ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരിലും രാസലഹരി ഉപയോഗിക്കുന്നവരിലും സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് വെച്ചാൽ കടുത്ത മനോരോഗ ലക്ഷണങ്ങൾ പലപ്പോഴും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർ പലപ്പോഴും അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള വയലൻസിന് പലപ്പോഴും കാരണമാവാറുണ്ട്. ഒരു കാരണമില്ലാതെ പേരൻസിനെ ആക്രമിക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അവർക്ക് പണം കിട്ടണം, അത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള അടുത്ത് അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട് വയലൻസിലേക്ക് പോകുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ളത് കാണാറുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ കഞ്ചാവ് അടിക്കുന്നവർ അല്ലെങ്കിൽ ഈ രാസലഹരി ഉപയോഗിക്കുന്നവർ ഏത് കാര്യം ചെയ്താലും അതൊരു ഇൻറ്റൻസായിട്ട് ചെയ്യും. അപ്പോൾ അവരൊരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ അൺകൺട്രോൾഡ് അവർ ഇമോഷണലി അതിനകത്ത് ഇൻവോൾവ് ആവാനും അതിൻ്റെ പേരിൽ അവർ വയലൻസിലേക്ക് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ ഇത് അടിച്ചേച്ച് പോയി തല്ലിക്കൊല്ലുന്നു അന്ന് പറയുന്നതിനകത്ത് കഥയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഘർഷം ആകുമ്പോൾ അതിനകത്ത് രാസലഹരി അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഭയങ്കര ഹൈപ്പർ ആവുകയും അവർ ആക്രമിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആക്രമിക്കുമ്പോൾ മറ്റൊരാൾക്ക് പരിക്ക് കഴിഞ്ഞുള്ള സാധ്യത കൂടുതൽ. അതൊക്കെ വളരെ സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട്. പ്ലാൻഡ് മർഡർ കൂടുതലും പേഴ്സണാലിറ്റി പ്രോബ്ലവും അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരാണ്, അല്ലെങ്കിൽ അണ്ടർലൈനിങ് ആയിട്ടുള്ള സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരിലാണ് കൂടുതൽ കാണാറ് എന്നതാണ് സത്യം. ഇപ്പോൾ കൂടുതൽ ദേഷ്യപ്പെടുമ്പോൾ, ഇപ്പോൾ എന്തിനും ചാടിക്കയറി ദേഷ്യപ്പെടുമ്പോഴോ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോഴൊക്കെ ആളുകൾ എപ്പോഴും പറയും അവന് വല്ല മയക്കുമരുന്നിനോ എന്തിനോ അടിമകളായിരിക്കും. അപ്പോൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് സമൂഹം ഇപ്പോൾ ഇതാക്കി വെച്ചിരിക്കുന്നത്. അതെ, അതിനകത്ത് പകുതി മാത്രമേ അത് ശരിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ കഞ്ചാവ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മയക്കുമരുന്ന് അടിക്കുമ്പോൾ അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയും മെത്ത് എന്നൊക്കെ പറഞ്ഞ സംഗതികൾ അടിക്കുമ്പോഴും ഹൈപ്പർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശരിയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഇമ്പൾസ് കൺട്രോൾഡ് പ്രോബ്ലംസ് ഉള്ള, അങ്ങനെ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന്. ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ കഞ്ചാവ് അടിക്കേണ്ട, മയക്കുമരുന്ന് അടിക്കേണ്ട, ഒന്നും വേണ്ട. ദേ ക്യാൻ ബിക്കം എക്സ്ട്രീംലി വയലൻറ്റ് ഫോർ എ വെരി സ്മോൾ റീസൺ. അപ്പോൾ വളരെ ചെറിയ കാര്യത്തിന് വളരെ വലിയ വയലൻസിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാണ്. ഇന്ന് ഞാൻ കണ്ട ഒരു പേഷ്യൻ്റ് ഈ സ്വന്തം കുഞ്ഞിനെ ഈ പേഷ്യൻറ്റിൻ്റെ ഫാദർ, അതായത് ഗ്രാൻഡ് ഫാദർ, ഈ കൊച്ചിൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ കൊച്ചിൻ്റെ മുടി ചീവി കൊടുക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഇമോഷണലി ഡിസ്റ്റർബ്ഡായിട്ട് ആ സ്വന്തം ഫാദറിനെ തലക്കടിച്ച് വീഴ്ചു. അപ്പോൾ അതിന് കാരണം പറഞ്ഞ ഇത്രയാണ്, പണ്ട് ഇങ്ങേരെ എൻ്റെ തല ചീവിയിട്ടുണ്ട്, ബലം പിടിച്ച് ചീവി എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കൊച്ചിനെ ഇയാൾ അതുപോലെ വേദനിപ്പിക്കും എന്നെനിക്കങ്ങ് തോന്നിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല, ഞാൻ ഒരെണ്ണം കൊടുത്തു. പ്ലാൻ ചെയ്തതല്ല, പക്ഷേ ഭയങ്കരമായിട്ട് അയാൾക്ക് പരിക്കേറ്റു. അപ്പോൾ ഇത് സത്യത്തിൽ കഞ്ചാവ് അടിച്ചുകൊണ്ടല്ല, അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലമാണ്. അയാൾ ഇങ്ങനെ പ്രകോപിതനായി ഭാര്യയെ മർദ്ദിച്ചിട്ടുണ്ട്, സ്വന്തം അമ്മയെ മർദ്ദിച്ചിട്ടുണ്ട്, കൂട്ടുകാരനെ ഉപദ്രവിച്ചിട്ടുണ്ട്, സ്വയം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ ജനലിക്കടെ 1ാം നിലയിൽ നിന്ന് ജനല് തുറന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെ തനിക്ക് തന്നെ അപകടം വരുന്ന വിധത്തിൽ, മറ്റൊരാൾക്ക് അപകടം വരുന്ന വിധത്തിൽ അയാൾ പെരുമാറുന്നത് അയാളുടെ സ്വഭാവ രീതിയാണ്, അതൊരു സ്വഭാവ വൈകല്യമാണ്. അപ്പം ഈ വയലൻസിന് ഇത് രണ്ടും കാരണമാവാം. എല്ലാ വയലൻസും മയക്കുമരുന്നിൻ്റെ ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസിലോ അല്ല. എല്ലാ വയലൻസും അങ്ങനെ സബ്സ്റ്റൻസിൻ്റെ കവർ ഇല്ലാതെയും അല്ല. അപ്പം കുറേ പേര് ഇങ്ങനെ പേഴ്സണാലിറ്റി പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ സൈക്യാട്രിക് കണ്ടീഷൻ കൊണ്ട് വളരെ ഗൗരവമുള്ള സിവിയർ ആയിട്ടുള്ള വയലൻസിലേക്ക് പോകും. ചിലർ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കാറുണ്ട്. നമുക്കത് തീർച്ചയായിട്ടും ഇന്നതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വയലൻസും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ല. ഇപ്പോൾ ചികിത്സാ രീതികളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ ഇവരെ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റുമോ? ചികിത്സയിൽ ഇപ്പോൾ അതിനകത്ത് പറയുകയാണെങ്കിൽ ഓരോ ഡ്രഗിലും വ്യത്യാസമാണ്. ഇപ്പോൾ ആൽക്കഹോളിസം, അതിനകത്തുനിന്ന് ഈ ചികിത്സിക്കുമ്പോൾ ചില ആളുകൾ 10 വർഷമായിട്ട് വളരെ ഗൗരവമായിട്ട് കുടിക്കുന്നവരുണ്ട്, ചിലർ 1 വർഷമായിട്ടുള്ളൂ, ചിലർ 30 വർഷമായിട്ടുണ്ടാവും.
ഈ ഡ്യൂറേഷൻ ഓഫ് സിവിയർ അബ്യൂസ് എപ്പോഴും വരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലർക്ക് ഇതിൻ്റെ കൂടെ സൈക്കാട്രിക് കണ്ടീഷൻ കാണും, ചിലർക്ക് ഇതിൻ്റെ കൂടെ എപ്പിലെപ്സി, അപസ്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും കണ്ടീഷൻ കാണും. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആൽക്കഹോളിക്സ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും റിക്കവറി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണമുള്ളൂ, ഒരു കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വീട്ടിലാണെങ്കിൽ 15 ദിവസം കുടിക്കാതിരുന്നിട്ട് വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ 15 ദിവസം ഇവർക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും നമ്മൾ കൊടുക്കുന്ന ഡ്രിങ്ക്സും എല്ലാം കഴിച്ച് നല്ല സന്തോഷമായിട്ട് അവരവരുടെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ അവരുടെ കൗൺസിലിങ്ങിനൊന്നും പോകില്ല. അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് മരുന്ന് കൊടുത്ത്, വിട്രോവൽ സിംറ്റംസ് ഉണ്ടായി അതിന് മരുന്ന് കൊടുത്ത് അങ്ങനെ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10-15 ദിവസം കൊണ്ട് ഇവർക്ക് ഈ ആൽക്കഹോൾ ഡി അഡിക്ഷൻ പ്രോസസ്സ് ഒന്ന് കഴിയും. അപ്പോൾ അവരൊന്ന് നോർമലായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇതിനെ എങ്ങനെ അതിജീവിക്കണമെന്നും ഈ അഡിക്ഷൻ ഒരു പെർമനൻറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് എങ്ങനെ ഫ്യൂച്ചറിൽ ഹൗ ടു ഡീൽ വിത്ത് അഡിക്ഷൻ എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കും. ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് വരുത്തി ഫാമിലി കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് അവരെ വിടുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയും 5 വർഷമെങ്കിലും റെഗുലർ ഫോളോ അപ്പ് മെഡിക്കേഷനോട് കൂടെ തുടർന്നാൽ മാത്രമേ ഇവർ പിടിച്ചു നിൽക്കുള്ളൂ, അല്ലെങ്കിൽ റിലാപ്സ് ആയിപ്പോവും. അപ്പോൾ ഈ ഡിസ്ചാർജിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഡി അഡിക്ഷൻ. അപ്പം ആൽക്കഹോളിക്സിൽ വലിയ അപകടമില്ലാതെ ഒത്തിരി പേര് അങ്ങ് രക്ഷപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഈ മറ്റ് രാസലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവോ അടിച്ച് വരുന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ വ്യത്യാസമാണ്. അവരെ അഡ്മിറ്റ് ചെയ്യും, കാരണം അല്ലെങ്കിൽ അവർ വീണ്ടും പോയി അടിക്കാൻ അതുതന്നെ സാധ്യതയുള്ളതുകൊണ്ട് അവരെ അഡ്മിറ്റ് ചെയ്യും. പക്ഷേ മിക്കവാറും പേരും കഞ്ചാവ് അടിക്കുന്നു എന്ന് വീട്ടുകാരറിഞ്ഞത് അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് വീട്ടുകാരറിഞ്ഞത് ഒക്കെ ഇവരുടെ ബിഹേവിയർ ചേഞ്ച് കണ്ടതാണ്. ഇവരെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മിക്കവാറും പേർക്കും സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്ത് മിക്കവാറും ഒന്നുമല്ലെങ്കിൽ ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ മേനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അങ്ങനെയൊക്കെയുള്ള ഗുരുതര മാനസിക രോഗലക്ഷണങ്ങൾ അവരിൽ കാണാറുണ്ട്. പ്രത്യേകതരമായി എന്താണ് കാണിക്കാറ്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മേനിക് സിംറ്റംസ് ഉള്ള ആളുകൾ വരുമ്പോൾ അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ, അയാളെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് 40 ലക്ഷം രൂപയിലധികം ചിലവാക്കി കഴിഞ്ഞു. അത് എന്തിന് ചിലവാക്കിയെന്ന് പുള്ളിക്ക് അറിയാമല്ലേ. പുള്ളി ബിസിനസ് ചെയ്തു എന്ന് പറയണേ. എന്ത് ബിസിനസ്, എങ്ങനെ ഒന്നും അറിയാൻ പറയാം. അതായത് ഹി ജസ്റ്റ് സ്പെൻഡ് 2 അദ്ദേഹം വീട്ടുകാരോട് ഒന്നുമുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് അങ്ങനെ അതിനിടയ്ക്ക് 3-4 വണ്ടി മേടിച്ചു. അപ്പോൾ ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ സ്പെൻഡ് ചെയ്യുക, ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ വലിയ വലിയ പ്ലാനും ഐഡിയയും ബിസിനസ് സംഗതികളും പറയുക, ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാതെ പെട്ടെന്ന് പ്രകോപിതനാവുക, ദേഷ്യം വരിക, വീട്ടുകാരോട് അബ്യൂസീവായിട്ട് പെരുമാറുക, അങ്ങനെ വയലൻസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ വയലൻസ് അല്ല, ഇമോഷണലി വയലൻ്റ് ആവുന്ന ഇത്, ഒട്ടും റീസണബിൾ അല്ലാതെ യാത്ര ചെയ്യുക, ഒട്ടും റീസണബിൾ അല്ലാതെ ഫുഡ് കഴിക്കുക, ഒട്ടും റീസണബിൾ അല്ലാതെ എല്ലാവരോടും ഓവർ ഫെമിലിയറിറ്റി കാണിക്കുക, ഒട്ടും റാഷണൽ അല്ലാതെ ചാരിറ്റി വർക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നിലവിട്ട് പെരുമാറുന്ന ഒരവസ്ഥയാണ്. അത് ഈ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു ഉന്മാദ അവസ്ഥ, മേനിക് സിംറ്റംസാണ്, അതാണ് അതിനുണ്ടായത്. അപ്പോൾ ഭയങ്കര സന്തോഷവാനാണ്, ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്, വീട്ടുകാരോട് ഭയങ്കര ഇറിറ്റബിളാണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നങ്ങൾ. അപ്പം അത് ഒരു ഉന്മാദ രോഗത്തിലേക്കാണ് പോയത്. അപ്പം ഡി അഡിക്ഷനാണ് വന്നതെങ്കിലും ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത് ഉന്മാദ രോഗത്തിനാണ്. അപ്പോൾ ഉന്മാദ രോഗം സെറ്റിലായി കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ഒക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം. അതുപോലെ സൈക്യാട്രിക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു, മൂഡ് സ്റ്റെബിലൈസർ, ആൻറ്റിസൈക്കോട്ടിക് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇത് ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് ഇങ്ങനെ വെച്ചാൽ സംശയങ്ങൾ, അത് ഭാര്യയെ സംശയം അങ്ങനെയുള്ളത് ഒരു കൂട്ടർ. അത് മാത്രമല്ല, അയലക്കാർ നമുക്കെതിരെ എന്തോ പാര വയ്ക്കുന്നു, അവർ കൂടോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്നു അനാവശ്യമായിട്ട്, നമ്മളെ ശല്യപ്പെടുത്താൻ. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പേഷ്യൻ്റ്, അവന് LSD ഉപയോഗിക്കുന്ന. അപ്പോൾ അവൻ്റെ വിചാരം അവൻ്റെ കാമുകി
ഇവനെ ഫോളോ ചെയ്യുന്നു എന്നാണ്. ഇവന് വേറെ വല്ല പെൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാനായിരിക്കാം അവൾ ഫോളോ ചെയ്യുന്നത്. അവളിങ്ങനെ ഇപ്പോൾ ദേ പുറത്ത് വന്നതെന്ന് എന്നെ ഇവിടെ സംസാരിക്കുന്നത് അശരീരി കേൾക്കുന്നു. അതായത് ആളവിടെ ഇല്ലെങ്കിലും അയാൾ സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നു. വേറൊരാൾ പറയുന്നത് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അവൻ്റെ ഫാദറിൻലോ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അവനോട് പെരുമാറുന്നു. അങ്ങനെയാണ്. വേറൊരു കൊച്ചു പയ്യൻ പറയണത് അവൻ്റെ ക്ലാസ് ടീച്ചർ അവനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി മറ്റു ടീച്ചർമാരോട് ഇവനെപ്പറ്റി പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ അമ്മയാണ് ആ ടീച്ചറിന് ഇവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത്. ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളിൽ ചെന്ന് അത് നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു റീസണും പറയാൻ പറ്റില്ലെങ്കിലും ഇത് ആവർത്തിച്ച് നമ്മളോട് വളരെ ശാഠ്യത്തോടെ ഇത് പറയുന്നത് ഡെലൂഷൻ എന്ന് പറയും. ഇപ്പം ഹലൂസിനേഷൻ, ഇല്ലാത്തത് കേൾക്കുക, കാണുക, അനുഭവിക്കുക, അങ്ങനെ അതാണ് ഹലൂസിനേഷൻ. യാഥാർത്ഥ്യം ഇല്ലാത്ത കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു, അതാണ് ഡെലൂഷൻ. ഇത് രണ്ടുമുള്ള ധാരാളം പേഷ്യൻസ് ഉണ്ട്. ഒരു തവണ രസകരമായ ഒരേ ഒരു തവണ മാത്രം മെത്ത് ഉപയോഗിച്ച ഒരാൾ ഇതുപോലെ ഹലൂസിനേഷനുമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. ആ പെൺകുട്ടി പറഞ്ഞാൽ അവളുടെ റിലേഷൻഷിപ്പിലുള്ള പയ്യൻ അവളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ പുറത്ത് നിന്ന് അവളെ കുറ്റം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പറയുന്നതെല്ലാം ഇവൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇല്ലാത്ത സംഭവം കേൾക്കുക, അതുപോലെ തന്നെ പറയുന്ന മറ്റുള്ള ആളുകളെല്ലാം അവന് ഗൂഢാലോചന, എന്നെപ്പറ്റി കളിയാക്കി സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സിംറ്റംസും ഇവർ പറയുന്നു. അത് ഈ മെത്തടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ രാസലഹരി ഉപയോഗിക്കുന്നവരിൽ ചിലപ്പോൾ ഒരു സിംഗിൾ യൂസിൽ പോലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ യൂസിൽ പോലും പലപ്പോഴും ഈ സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രാസലഹരി, കഞ്ചാവോ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സൈക്കാട്രിക് കണ്ടീഷൻ മഹാഭൂരിപക്ഷം പേരിലും കാണാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ അനുസരിച്ചാണെങ്കിൽ ഒരു 60 to 65% ആളുകളിൽ ഈ സൈക്കാട്രിക് സിംറ്റംസ് ഉണ്ട്. ബാക്കി ഒരു 40-45% ആളുകൾ മാത്രമേ ആ ഒരു സിംറ്റംസ് ഇല്ലാത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 30-35% ആളുകൾ സിംറ്റംസ് ഒന്നുമില്ല, ഇത് സബ്സ്റ്റൻസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളിൽ ഇങ്ങനെയുള്ള സൈക്കാട്രിക് സിംറ്റംസ് ഉണ്ടാകും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ആ നിലയിലേക്ക് മാറേണ്ടവർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഈ സിംറ്റംസ് എല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഈ ലഹരിയെപ്പറ്റി അവരെ ബോധവൽക്കരിക്കാനോ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ഫാമിലി തെറപ്പി നടത്താനോ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ ഇതെല്ലാം ചെറുപ്പക്കാരിലാണ് ഈ രാസലഹരിയും കഞ്ചാവും ഒക്കെ കൂടുതലുള്ളത്. അവരുടെ പഠിത്തം പോകുന്നു. അപ്പോൾ എയർലി ഫേസ് ഓഫ് ദെയർ ലൈഫ് അവർ വല്ലാതെ മോശപ്പെട്ട അവസ്ഥയിൽ, മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ്, പഠിത്തം തുടരാൻ പറ്റാത്ത ആളുകൾ, പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിത്തം തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും എത്ര നാൾ കാത്തിരുന്നാലും സിംറ്റംസ് മാറാത്ത അവസ്ഥയും ചുരുക്കം പേര് കാണാറുണ്ട്. ഈ സാധാരണ ഒരു സബ്സ്റ്റൻസ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾ സൈക്കാട്രിക് സിംറ്റം ഉണ്ടാകുമ്പോൾ ചികിത്സിച്ച് മാറുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്തെങ്കിലും ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് സൈക്കാട്രിക് സിംറ്റം ഉണ്ടാകും. അപ്പം ഡി അഡിക്ഷൻ്റെ ഭാഗമായിട്ട് സൈക്കാട്രിക് സപ്പോർട്ട് വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഇവർക്ക് പഠിത്തത്തിൻ്റെ കാര്യം അവർക്ക് നഷ്ടപ്പെടും, ജോലിയുടെ കാര്യം ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടും. അതെല്ലാം ഈ ഫാമിലിയെ ഒത്തിരി വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളിൽ കാണുന്ന ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് അവരുടെ ലൈഫിലുണ്ടാക്കുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്കണോമിക് കാറ്റഗറി ആണോ ചോദിക്കുന്നത്? അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ പഠിക്കുന്നവരാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണോ? അതായത് ഈ 12 വയസ്സ് 11 വയസ്സൊക്കെയുള്ള ആളുകൾ മുഴുവൻ എപ്പോഴും ഒബ്വിയസ്ലി ദേ ആർ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. കുറച്ച് പ്രായമായവർ, അവർ മെഡിക്കൽ കോളേജ് പഠിക്കുന്നവരായിരിക്കും, എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലോ സ്കൂളുകളിൽ പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഈ ഇയർലി ഫേസ് ഓഫ് ദെയർ കരിയർ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളുകൾ, വളരെ യങ്ങായിട്ടുള്ള ഡോക്ടേഴ്സ്, വളരെ യങ്ങായിട്ടുള്ള വക്കീലന്മാർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടവർ. അതുപോലെ എൻ്റർപ്രണേഴ്സ്, ഭയങ്കര IT-യിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, IT ബിസിനസ് നടത്തുന്നവർ, ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നടത്തുന്നവർ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല.
പണ്ട് കഞ്ചാവ് അടിക്കുന്നവരെന്ന് വെച്ചാൽ നാട്ടിലെ ഏറ്റവും എന്താ പറയുക എക്കണോമിക്കലി സോഷ്യലി അതുപോലെ എഡ്യൂക്കേഷനിലി എല്ലാം ഏറ്റവും താഴെയുള്ള ആളുകളായിരുന്നു ഈ കഞ്ചാവ് അടിച്ചത്. ഇപ്പം അങ്ങനെയല്ല, സമൂഹത്തിലെ എല്ലാ പ്രൊഫൈലിൽ നിന്നും വളരെ സാധാരണക്കാരായിട്ടുള്ളവരുണ്ട്, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളവരുണ്ട്. എല്ലാവരും ഈക്വലി ഇതിനകത്ത് റിലീജിയസ് സെക്ടറിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ആരും ഇതിനകത്ത് ഇമ്മ്യൂണാണ് എന്ന് വിചാരിക്കുക. ആരും പ്രതിരോധശേഷിയുള്ളവരല്ല. എല്ലാവരും അത് പണ്ട് പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും മാത്രം ഏരിയയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവർ മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുവാണെങ്കിൽ സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഒരുത്തൻ പോക്കറ്റ് ചുമ്മാ കഴിയിട്ടപ്പം അബ്നോർമൽ ബിഹേവിയറൊക്കെ ആയിട്ട് വന്നു. പോക്കറ്റിൽ കഴിയിട്ടപ്പം പേരൻസിനൊന്നും കിട്ടില്ല, എനിക്ക് കഞ്ചാവ് കിട്ടി, കുഞ്ഞൊരു പൊതി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിങ്ങനെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മുതൽ അങ്ങ് ആ ഒരു ഡിഗ്രി PG പഠിക്കുന്ന കുട്ടികൾ വരെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റുഡൻസാണ്. രണ്ടാമത്തെ കാറ്റഗറി യങ് പ്രൊഫഷണൽസാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുമ്പം ഈ എൻ്റർപ്രണേഴ്സൊക്കെ വരാറുണ്ട്. പിന്നെ ഫിലിം ഫീൽഡിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ ധാരാളം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഏരിയയിലും ഇതുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇല്ലെന്നൊന്നും പറയുന്നില്ല. സെമിനാരി സ്റ്റുഡൻസിനെ വരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിൽ നിന്ന് ഇമ്മ്യൂൺ അല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ എങ്ങനെയായിരിക്കും ഇതൊക്കെ കിട്ടുന്നുണ്ടോ? ഇത് കിട്ടുന്നുണ്ടാന്ന് വെച്ചാൽ അവൈലബിലിറ്റി റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും എല്ലായിടത്തും ഒരുപോലെ. അവൈലബിലിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ ഗവൺമെൻറ് മെഷർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലായിടത്തും കിട്ടാനുണ്ട്. അപ്പം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഉപയോഗിക്കാവുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പലപ്പോഴും ഇത് സെയിലെല്ലാം നടക്കുന്നത്. അപ്പം എവിടെയും എപ്പോഴും ഏത് സമയത്തും ഇത് അവൈലബിളാണ്. അതൊരു വലിയ നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറമാണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി കുട്ടികളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പണം വന്നു ചേരുന്നുണ്ട്. ഹൈ പ്രൊഫൈൽ മാത്രമല്ല, സാധാരണക്കാരുടെ കുട്ടികളിൽ പോലും പോക്കറ്റ് കയറിയിട്ട് 500 രൂപ കിട്ടുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. കാരണം പേരൻസ് ജീവിക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ എന്ത് ചോദിച്ചാലും കൊടുക്കും, വീട്ടിൽ നിന്ന് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും, കഷ്ടപ്പെട്ടുണ്ടാക്കി കിഡ്നി വിറ്റും കൊച്ചിന് വേണ്ടി കാശ് കൊടുക്കുന്ന ഒരു നേച്ചർ നമ്മുടെ പേരൻസിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ പൈസയുണ്ട്. രണ്ടാമത് പൈസ ഇല്ലെങ്കിൽ ദേ ഹാവ് ദെയർ ഓൺ ട്രിക്ക്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിള്ളേർ അതൊന്നും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കൊച്ചിനെ പറ്റി ഞാൻ പറഞ്ഞു ഇവന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പം അവൻ്റെ അമ്മ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വയലൻ്റായി. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് 10 പൈസ പോലും ഇന്ന് വരെ മോഷ്ടിച്ചിട്ടില്ല, പിന്നെ എവിടുന്ന കഞ്ചാവ് കിട്ടണമെന്ന് ചോദിച്ചു. ഞാൻ അവന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു, മരിജുവാന പോസിറ്റീവ്. അപ്പം ഞാൻ അവനെ അമ്മേനെ അപ്പനെയൊക്കെ പുറത്താക്കി അവനെ ഇരുന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു അതിന് പൈസ ഒന്നും വേണ്ട അച്ഛാ, ഞാൻ 100 രൂപയ്ക്ക് മേടിക്കും, എന്നുവെച്ചാൽ 3 പൊതി ഉണ്ടാക്കും, ഒരു പൊതി ഞാൻ എടുക്കും, ബാക്കി 2 പൊതി 50 രൂപയ്ക്ക് വയ്ക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ. അങ്ങനെ 50 രൂപയ്ക്ക് മേടിക്കുന്നവന് മാത്രമേ കാശ് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി അതിന് മുകളിലേക്കുള്ളവർ മുഴുവൻ 5000 രൂപയ്ക്ക് മേടിക്കുന്നവൻ അതിനകത്തുനിന്ന് 3 പൊതി ഉണ്ടാക്കി ഒരു പൊതി അവനെടുക്കും, ബാക്കി 2 പൊതി 2500 വയ്ക്കും. പിന്നെ 2500കാരൻ 3 പൊതി ഉണ്ടാക്കും, 2 പൊതി 1500 രൂപയ്ക്ക് വിൽക്കും, ഒരു പൊതി അവനെടുക്കും. ഈ 1500കാരൻ വീണ്ടും 3 പൊതി ഉണ്ടാക്കും, അതിലൊന്നെടുക്കും, ബാക്കി 2 1000 രൂപയ്ക്ക് വയ്ക്കും. അങ്ങനെ മൊത്തത്തിൽ ലാഭമാണ് ഈ പരിപാടികളെല്ലാം. ഏറ്റവും താഴെ തട്ടിലുള്ള 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് മേടിക്കുന്നവന് മാത്രമേ കാശിയല്ലുള്ളൂ. പിന്നെ കുട്ടികൾ പലരും ക്യാരിയേഴ്സായിട്ട് പോകുന്നു, കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവന് ഫ്രീ ആയിട്ടൊരു ഭാഗം കിട്ടും. അങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസ് ഇവർക്കുണ്ട്. പിന്നെ പണം ഉണ്ടാക്കാനുള്ള പല കുസൃതികളും പിള്ളേർക്കറിയാം. അത് പലതരത്തിലുള്ള പേരൻസിൻ്റെ പോക്കറ്റ് അടിക്കുന്നത് ഉൾപ്പെടെ ഉള്ള പല പരിപാടികളും ഇവർക്കുണ്ട്. ഇപ്പോൾ റിലേറ്റീവ്സും ബന്ധുക്കാരും ഒക്കെ ചോദിച്ചാൽ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അവൈലബിലിറ്റി ഓഫ് മണി ഒരു വലിയ ഇഷ്യൂ അല്ലെന്ന് എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവാറുണ്ട്. ഇവർ ഇങ്ങനെ പലതരത്തിൽ അവർ പൈസ ഉണ്ടാക്കി വിറ്റും ഒക്കെ. പിന്നെ അതുപോലെ ഓൺലൈനിൽ പല കുസൃതികളും, പെൺകുട്ടികൾ കാശുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ലോകമാണ് നമ്മുടേത്. ഇപ്പോൾ ഓൺലൈൻ ഇപ്പം ചില പടങ്ങൾ അയച്ചു കൊടുക്കും, പിക്ചർ അയച്ചു കൊടുക്കും, വീഡിയോ കോളിൽ വരും, അതിനെല്ലാം കാശ് മേടിക്കും, ആ കാശ് ഇതിനു വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളിലൂടെ പിള്ളേർ കാശുണ്ടാക്കും. അപ്പോൾ
നമുക്കൊന്നും ഇല്ലാത്ത ഒത്തിരി ഐഡിയയും ക്രിയേറ്റിവിറ്റി കുട്ടികളുണ്ട്. അത് അവർ ഭാഗ്യമായിട്ട് ഉപയോഗിച്ച് കാശല്ല. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു കുട്ടിയുടെ അമ്മ കുട്ടിയെ കൊണ്ടുവരാൻ ഒരേ ഒരു കാരണം, അമ്മ വളരെ യാദൃച്ഛികമായിട്ട് ഈ പെൺകുട്ടിയുടെ ബാഗിനകത്ത് 5000 രൂപയുടെ ഒരു ബഞ്ച് നോട്ട് കിട്ടി, 5000 റുപ്പീസ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ 5000 രൂപ ഒന്നിച്ച് കണ്ടത്, എൻ്റെ ലൈഫിൽ ഒന്നിച്ച് കണ്ടത് എനിക്ക് ആദ്യം ശമ്പളം കിട്ടിയപ്പോഴാണ്. അപ്പോൾ ഇവള് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 5000 രൂപ എങ്ങനെ കിട്ടി, മോഷ്ടിച്ചതാണോ എന്ന് അറിയണം. അവൾ ചോദിച്ചിട്ട് പറയുന്നില്ല. 5000 രൂപ കിട്ടിയത് അവളൊരു ന്യൂഡ് ഫോട്ടോ എടുത്ത ഒരാൾക്ക് കൊടുത്തു, അന്നേരം കിട്ടിയതാണ്. അത് അങ്ങനെ ആ കുട്ടി അത് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ ഇഷ്ടം പോലെ കൂട്ടുകാർക്കെല്ലാം ഇവള് വിറ്റ് കാശ് മേടിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കുസൃതികളും ഈ കുട്ടികൾ കാണിക്കും. അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യുന്നു? ഇവൾക്ക് മേക്കപ്പിനോടുള്ള ഭ്രമം, മേക്കപ്പ് കിറ്റ് മേടിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ ആരെങ്കിലും പറയും സംഗതി ഇവൾക്ക് ഈ കുട്ടി കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ആ കുട്ടി ഈ പണം കയ്യിൽ വയ്ക്കുമ്പം വെച്ച് വന്നത് കൊണ്ട് മാത്രം ഇവൾ റിച്ചാണെന്ന് വിചാരിച്ച് ഒത്തിരി പേര് ഇവളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. എത്ര നാൾ ആ കുട്ടി പിടിച്ചിരിക്കും? അത് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പലർക്കും പലതാണ് ക്രൈസ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇതെങ്ങനെയൊക്കെ പല രീതിയിൽ കുട്ടികളിൽ പണം വരുന്നു. അപ്പോൾ ഇത് കൺസേൺഡ് ആയിട്ടുള്ള പേരൻസ് പോലും അത്ഭുതപ്പെട്ടു പോകുന്നു, അവർക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് പണം കിട്ടുന്നതെന്നൊക്കെ. ഇതെല്ലാം ഈ പുതിയ ജനറേഷനിലുള്ള ഇത്തരത്തിലുള്ള പ്രൈവസി ഇല്ലായ്മ, അതുപോലെ ഒരു സൈഡിൽ ഭയങ്കരമായ പ്രൈവസിയുടെ ഒരു അവൈലബിലിറ്റി, ഇൻ്റർനെറ്റിലെ അവൈലബിലിറ്റി, അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അവൈലബിലിറ്റി, അതുപോലെ പണം രഹസ്യമായിട്ട് അയക്കാനും റിസീവ് ചെയ്യാനുമുള്ള ഒരു സാധ്യതകൾ, വാട്സപ്പ് പോലെയുള്ള മീഡിയ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം കുട്ടികൾക്ക് രഹസ്യമായി ജീവിക്കാനുള്ള ഒരു വലിയ ലോകം തന്നെയുണ്ട്. അതുപോലെ പല വീടുകളിലും കുട്ടികൾ താമസിക്കുന്ന അവരുടെ മുറിയിലാണ്. എന്നെ കാണാൻ വന്ന 4 വയസ്സുകാരൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ സ്വന്തം റൂം പൂട്ടിയാണ് വീട്ടിൽ നിന്ന് പോരുന്നത്. അവൻ്റെ റൂമിൽ അവൻ്റെ പേരൻസ് പോലും അവൻ്റെ അനുവാദമില്ല കയറാൻ പാടില്ലെന്നാണ് അവൻ്റെ ഓർഡർ. ആ ലെവലിൽ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന പേരൻസ് അപ്പോൾ ഇതിനെ ചലഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതല്ല. അതുപോലെ തന്നെ പല കുട്ടികൾക്കും പേരൻസ് 18 വയസ്സാവണ മുമ്പ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്കൂട്ടർ ഓടിക്കാൻ അനുവാദം കൊടുക്കും, കാർ ഓടിക്കാൻ അനുവാദം കൊടുക്കും. ഇതെല്ലാം പലപ്പോഴും പലതരത്തിലുള്ള ദുരുപയോഗങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാവുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സമൂഹത്തിൽ മക്കൾ ചീത്തയായി പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ സിസ്റ്റം, ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഈ ഒരു സിനാരിയോ വളരെ എന്താ പറയുക, കുട്ടികൾക്ക് ഒത്തിരി പ്രൈവസി കൊടുക്കുന്നുണ്ട്, ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യത കൊടുക്കുന്നുണ്ട്, വിശാലമായ ലോകം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിലേക്ക് കുട്ടികൾ ചെന്നുപെടാൻ കാരണമാവുന്നു എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇന്ന കാരണം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഈ മാഫിയ അത്ര വൈഡായിട്ട് നെറ്റ്വർക്കിംഗ് ഉള്ള മാഫിയാണ്. ഈ മാഫിയയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളായിട്ടും ഗവൺമെൻറ് സിസ്റ്റമായിട്ടും ഒക്കെ ബന്ധങ്ങളുണ്ട്. അപ്പം ഒന്നാലോചിച്ച് നോക്കി, അധ്യാപകർ സ്വന്തം കുട്ടികൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്ന അവസ്ഥ ഉള്ള ഒരു നാടെന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പോൾ ആ ലെവലിൽ ഇത് പോവുകയാണ്. ക്ലാസ്മേറ്റ്സ് തന്നെ കൊടുക്കുന്നു. പല പേരൻസ് യൂസ് ചെയ്യുന്നത് കട്ടെടുത്ത് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോയി അവർ വലിക്കുന്നു. ജോയിൻ്റ് വലിക്കുന്ന പേരൻസിന്, അങ്ങനെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ജോയിൻ്റ് വലിക്കുന്ന പേരൻസിൻ്റെ മകൻ ഇത് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ പേരൻസിനോട് ഇത് മോഷ്ടിച്ചു, ഇത് അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുത്ത് രഹസ്യമായിട്ട് വലിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം നമുക്കത് ഇന്നതുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ സിസ്റ്റം വളരെ എന്താ പറയുക, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ സൗകര്യമുള്ള ഒരു വലിയ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. അപ്പോൾ കുട്ടികളിൽ ഇതിൻ്റെ ഒരു ഡേഞ്ചറിനെ പറ്റി കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ വലിയ പാടാണ്. അതുപോലെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിൽ നമ്മൾ കഞ്ചാവിൻ്റെ ഗുണങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ, നെഗറ്റീവ് കോൺസിക്വൻസ് എന്നാണെന്ന് കൃത്യമായി ചോദിച്ചാൽ മാത്രമേ ഇൻ്റർനെറ്റ് അതിന് ഉത്തരം പറഞ്ഞു തരുള്ളൂ. ഇല്ലെങ്കിൽ കഞ്ചാവിനോട് നല്ലൊരു വസ്തുവില്ലെന്ന്. എന്നെ കാണാൻ വന്നൊരു കൊച്ചുകുട്ടി 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 15 അല്ലെങ്കിൽ 16 വയസ്സേ ഉള്ളൂ. എന്നോട് അരമണിക്കൂർ പറഞ്ഞു തന്നു കഞ്ചാവിനോളം നല്ലൊരു വസ്തു ഈ ലോകത്തില്ലെന്ന്, ഇത്രയും ഗുണമുള്ളൊരു വസ്തുവില്ല. അവൻ അത് ഒരു അരമണിക്കൂർ പറഞ്ഞപ്പോൾ ഞാൻ കഞ്ചാവ് വലിക്കാത്ത മണ്ടത്തരായിപ്പോയില്ലെന്ന് ഓർത്തുപോയി.
അത്ര മിടുക്കനാണ്, അത്ര എക്സ്പേർട്ടൈസ്ഡ് നോളജാണ്. കാരണം ഇൻ്റർനെറ്റിൽ ഉള്ള പല ആർട്ടിക്കിളും അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണം, പല ഈ സൗത്ത് അമേരിക്കയിലുള്ള പല ലാബുകളും കഞ്ചാവ് ലോബിയുടെ സപ്പോർട്ടിൽ നിൽക്കുന്നവരാണ്. പല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും അവർക്ക് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരുടെ ഫണ്ടിങ്ങിൽ റിസർച്ച് നടത്തി കഞ്ചാവ് നല്ലതാണെന്ന് പറയാൻ വേണ്ടി തന്നെ വിങ്ങുകളുണ്ട്. അവരുടെ വാക്കുകളെല്ലാം കേട്ട് വായിച്ച് അത് കഞ്ചാവ് അടിച്ച് കുഴപ്പമുണ്ടാകും. ഞാൻ നേരെ ഈ കുഞ്ഞിനെ വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു വാർഡിൽ, ഞാൻ പറഞ്ഞല്ലോ കഞ്ചാവ് അടിച്ച് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് സൈക്കാട്രിക് സിംറ്റംസ് ഉണ്ടായ കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വാർഡിൽ അവനെ കൊണ്ടുപോയി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി. 23 പേരോട് അവൻ സംസാരിച്ചു. അവർക്ക് ഇപ്പം അവർ എന്നെ ഒരു കുഴപ്പമില്ല, ഞാൻ വല്ലപ്പോഴും കഞ്ചാവ് അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പല ആളുകളും പറഞ്ഞത്. പക്ഷെ അവന് കണ്ടപ്പോൾ, ഈ 9ാം ക്ലാസ്സുകാരന് കണ്ടപ്പോഴേ മനസ്സിലായി ഇവന് കുഴപ്പമുള്ള ആളാണ്. പക്ഷേ ഇവരെല്ലാവരും ഈ സൈക്കാട്രിക് കണ്ടീഷനിലേക്ക് വന്നത് കഞ്ചാവ് അടിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ മെത്ത് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മാത്രമാണ് അവന് എനിക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻറ്റിലേക്ക് അവന് പോകാൻ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് പോലും വളരെ ബയാസ്ഡായിട്ട് കഞ്ചാവിനെ അനുകൂലിക്കുന്ന നിലപാടുള്ളതാണ്. അതായത് ഇൻ്റർനെറ്റിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള ആൻസർ തരുമെന്നൊന്നും ആരും വിചാരിക്കരുത്. അപ്പം ഇത് ന്യൂട്രൽ അല്ല നമ്മുടെ ഇൻ്റർനെറ്റ്, അതെല്ലാം ബയാസ്ഡാണ്, അതിനെല്ലാം പോളിസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഞ്ചാവ് ഉപയോഗിച്ചാൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് കഞ്ചാവോ സബ്സ്റ്റൻസോ ഉപയോഗിച്ചാൽ ദാറ്റ് മേ കോസ് സീരിയസ് ഡാമേജ്. വളരെ ഗൗരവമുള്ള സൈക്കാട്രിക് ഇൽനെസ് പോലും വരാൻ വളരെ 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 സാധ്യതയുള്ള ഒരു മനുഷ്യവർഗ്ഗമാണ് സൗത്ത് ഇന്ത്യയിലുള്ളത് എന്ന് അറിയുകയും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം എന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം അല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റിലെ വായിച്ച് നല്ലതാണെന്ന് പറഞ്ഞ് അടിക്കും.